الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فمن يريد الله أن يهديه يشرح صدره للإسلام ومن يريد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ എന്താണ് ജീവിതത്തിന് സൗഭാഗ്യം? അത് സമ്പത്താണോ? ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളതാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസ് 76 മുതലുള്ള ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു നമുക്ക്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ അലൈഹിസ്സലാമിന്റെ ജനതയിൽ ഉണ്ടായിരുന്ന ഖാറൂൻ എന്ന് പറഞ്ഞ വ്യക്തി ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നിക്ഷേപങ്ങൾ, സമ്പത്തുകൾ നൽകിയ വലിയ ധനികനായിരുന്നു, പണക്കാരനായിരുന്നു ഖാറൂൻ. സമ്പത്താണ് സൗഭാഗ്യമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച ആ പണക്കാരനായ ഖാറൂനാണ് വലിയ സമ്പന്നൻ. അദ്ദേഹത്തിന്റെ ജനത പറയുന്നുണ്ട്, ഇന്നഹു ലദു ഹദ്ദിൻ അദീം, വമ്പിച്ച ഭാഗ്യവാനാണ് ഖാറൂൻ. സമ്പത്താണ് സൗഭാഗ്യമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ആ ജനത പറഞ്ഞതുപോലെ സൗഭാഗ്യവാനാണ് ഖാറൂൻ എന്നുള്ളത്. എന്നാൽ ശേഷമുള്ള ആയത്തില് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഫഖസഫ്നാ ബിഹി വബിദാരിൽ അർദ്, അവനെയും അവന്റെ കൊട്ടാരത്തെയും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. സമ്പത്താണ് സൗഭാഗ്യമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഈ പറഞ്ഞ ഈ ഖാറൂൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ വലിയ സൗഭാഗ്യവാനാണെന്നുള്ളത്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ കൊട്ടാരത്തെയും ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇനി സൗഭാഗ്യം എന്നുള്ളത് സൗന്ദര്യമാണോ? സൗന്ദര്യമാണ് വലിയ സൗഭാഗ്യമെങ്കിൽ ചരിത്രത്തില് ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്, അബ്ദുൽ ഉസ്സ. അതിന് കേൾക്കുന്ന പോലെ ഉണ്ടാവുന്നെങ്കിൽ പേര് കേൾക്കുമ്പോ അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുൽ ഉസ്സ. ആരായിരുന്നു അബ്ദുൽ ഉസ്സ?
സുന്ദരനായിരുന്നു, സൗന്ദര്യമുള്ളവനായിരുന്നു, മുഖം പ്രകാശിക്കുന്നവനായിരുന്നു സൗന്ദര്യത്താൽ. അദ്ദേഹത്തിന് പേര് നൽകിയ അബൂലഹബ്. അബൂലഹബ് എന്ന പേര് നൽകിയ അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ്. സൗന്ദര്യമാണ് വലിയ സൗഭാഗ്യമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ് അബൂലഹബാണ് വലിയ സൗഭാഗ്യവാനാണെന്നുള്ളത്. എന്നാൽ ഖുർആനിൽ സൂറത്തുൽ മസദ് അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ നാശമടഞ്ഞിരിക്കുന്നു. അവൻ സമ്പാദിച്ചതോ അവന്റെ സമ്പത്തോ അവന് ഉപകാരം ചെയ്തില്ല. കത്തിയാണെന്ന കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവൻ കടന്നെരിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ, സൗന്ദര്യമാണ് സൗഭാഗ്യമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അബൂലഹബാണ് വലിയ സൗഭാഗ്യവാൻ എന്നുള്ളത്. എന്നാൽ സമ്പത്തോ എന്നാൽ സൗന്ദര്യമോ അല്ല വലിയ സൗഭാഗ്യം എന്നുള്ളത്. ഇനി സ്ഥാനമാനങ്ങളാണോ? നാട്ടിൽ അറിയപ്പെടുന്നവനാകണം, വലിയ സ്ഥാനം കൈവരിക്കുന്നവനാകണം, അവനാണ് വലിയ സൗഭാഗ്യവാനെന്നാണോ? ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികൾക്ക് ഉദാഹരണം എന്നോളം 2 സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം അമ്പിയാക്കൾ ആരാണ്, പ്രവാചകന്മാരാരാണ്. മനുഷ്യരിൽ ശ്രേഷ്ഠനാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ ഭാര്യമാരോ സ്ഥാനമുള്ള ആളുകളാണ്, മഹത്വമുള്ള ആളുകളാണ്. ഈ ഒരു സ്ഥാനമാനങ്ങളാണ് സൗഭാഗ്യമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു പ്രവാചകന്മാരുടെ ഭാര്യമാര് സൗഭാഗ്യമുള്ളവരാണ് എന്ന് പറയാമായിരുന്നു. പക്ഷേ സൂറത്ത് തഹരീമിന്റെ 10-ാമത്തെ വചനം അല്ലാഹു തആല പറയാണ്, ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറൂ. അവിശ്വാസികൾക്ക് ഉദാഹരണം എന്നോണം റബ്ബ് സുബ്ഹാനഹു വ തആല ഉദാഹരിക്കുന്നത് 2 സ്ത്രീകളെ കുറിച്ചാണ്. ഇംറഅത്ത് നൂഹ് വംറഅത്ത് ലൂത്ത്. നമുക്കറിയാം ഏറെ കാലം പ്രബോധനം നടത്തിയ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയും ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ച ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയും ഈ 2 സ്ത്രീകളെ കുറിച്ച് റബ്ബ് പറയാണ്, കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ. നമ്മുടെ 2 സ്വാലിഹീങ്ങളായിട്ടുള്ള അടിമകളുടെ കീഴിലായിരുന്നു ഈ 2 സ്ത്രീകളും. ആ 2 സ്ത്രീകളും ആ 2 പ്രവാചകന്മാരെ വഞ്ചിച്ചു കളഞ്ഞു. അവരോട് പറയപ്പെടുന്നുണ്ട്, ആ നരകത്തിൽ പ്രവേശിക്കുന്ന ആളോടൊപ്പം നിങ്ങൾ 2 പേരും നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക. പ്രിയമുള്ളവരെ, സ്ഥാനമാനങ്ങളാണ് വലിയ സൗഭാഗ്യമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഈ പ്രവാചകന്മാരുടെ ഭാര്യമാര് സൗഭാഗ്യമുള്ളവരാണ് എന്നുള്ളത്. പ്രിയമുള്ളവരെ, സ്ഥാനമാനങ്ങളോ സൗന്ദര്യമോ സമ്പത്തോ അല്ല വലിയ സൗഭാഗ്യം എന്നുള്ളത്. വലിയ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് നാം ഓരോ ആളുകളും. എന്താണ് ആ വലിയ സൗഭാഗ്യം? ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത് നമുക്ക് ലഭിച്ച ഹിദായത്താണ്, സന്മാർഗമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടില് സമ്പത്തില്ലാത്ത, രോഗം ബാധിച്ച ഒരാളുണ്ട് എങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് പണം സ്വരൂപിച്ചുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കും. വസ്ത്രമില്ല, ഭക്ഷണമില്ല, നമുക്ക് ഭക്ഷണം നൽകാം, വസ്ത്രം നൽകാം. എന്നാൽ നാട്ടിൽ താന്തോന്നിയാണ്, ചെമ്മാടിയാണ്, ആ രൂപത്തിൽ നടക്കുന്ന ഒരാളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. നമുക്ക് കാരണക്കാരാകാം, ഒരു പുസ്തകം കൊടുത്തോ അതല്ലെങ്കിൽ പ്രസംഗം അയച്ചു കൊടുത്തോ കാരണക്കാരാകാം. എന്നാൽ അവനെ ഹിദായത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഒരാളെ ഹിദായത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവർ, നമുക്ക് ലഭിച്ച മഹാ അനുഗ്രഹം, ഈ മഹത്തായ സൗഭാഗ്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ അത് ലഭിക്കാതെ പോയ ചില ആളുകളെ കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. നമുക്കറിയാം നൂഹ് നബി അലൈഹി ഇസ്ലാം 950 വർഷക്കാലം അല്ല അതിലധികവും പ്രബോധനം നടത്തി. പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ സന്ദേശത്തിലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ, നമുക്കറിയാം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ആ പ്രളയത്തില് മുങ്ങിത്താകുമ്പോ നൂഹ് നബി അലൈഹി ഇസ്ലാം വിളിച്ചു പറയുന്നുണ്ട്, ഖുർആനിൽ പറയാണ്, ഇർകം മഅന, പൊന്നുമോനെ കപ്പലിൽ കയറി മകനെ, കൂട്ടാക്കിയില്ല. പ്രിയമുള്ളവരെ, നൂഹ് നബി അലൈഹി ഇസ്ലാം 950 വർഷക്കാലം പ്രബോധനം നടത്തിയ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകന് ലഭിക്കാതെ പോയ ഹിദായത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോ, പഠിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങുന്നത് തന്റെ വീട്ടിൽ നിന്നാണ്. വീട്ടിലെ സ്വന്തം പിതാവിന്റെ അടുക്കൽ പോയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആദ്യമായിട്ട് തൗഹീദ് പറയുന്നത്. യാ അബതി, എന്റെ പൊന്നുപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൗഹീദ് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവായ ആസറിന് ലഭിക്കാതെ പോയിട്ടുള്ള ഹിദായത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ 8ാമത്തെ വയസ്സിൽ പ്രവാചകൻ ഏറ്റെടുത്ത് പ്രവാചകന്റെ 42 വർഷക്കാലം പ്രവാചകന് താങ്ങായി തണലായി നിന്ന ഒരാളുണ്ടായിരുന്നു. അബൂ ത്വാലിബ് എന്നാണ് പേര്. പ്രവാചകന്റെ മൂത്താപ്പയാണ് അബൂ ത്വാലിബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങായി തണലായി മറ്റു മക്കളെക്കാളും പ്രവാചകനെ അത്രയധികം സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു അബൂ ത്വാലിബ്. അബൂ ത്വാലിബിന്റെ അടുക്കലേക്ക് ശത്രുക്കൾ വരുന്നുണ്ട്. വന്നുകൊണ്ട് പറയാണ്, മുഹമ്മദിനെ വിട്ടുതരണം, മുഹമ്മദിനെ വിട്ടുതരണം. ആ സമയത്ത് അബൂ ത്വാലിബ് പറഞ്ഞ മറുപടി കവിതയിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്റെ ശരീരത്തില്, എന്റെ മേനിയില് മണ്ണ് പുരളുന്നത് വരേക്കും നിന്നെ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് അബൂ ത്വാലിബ് പറയാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം അറിയാത്തവനല്ല അബൂ ത്വാലിബ്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തവനല്ല അബൂ ത്വാലിബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശത്തെ കൃത്യമായി മനസ്സിലാക്കിയ ആളായിരുന്നു അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് പറയുന്നുണ്ട്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. മുഹമ്മദിന്റെ മതമാണ് മറ്റു മതങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് എനിക്കറിയാം. ലൗലൽ മലാമു തൗഹിദാർ മസബ്ബത്തിൻ ലവജത്തനി സംഹം ബിദാക മുബീന. എന്റെ ചുറ്റുപാടുമുള്ള ആക്ഷേപങ്ങളില്ലായിരുന്നുവെങ്കിൽ, കുത്തുവാക്കുകളില്ലായിരുന്നുവെങ്കിൽ ഈ മതം മുഹമ്മദ് കൊണ്ടുവന്ന ഈ ഒരു പുതിയ ആശയത്തെ ഞാൻ പുൽകുമായിരുന്നു എന്ന് അബൂ ത്വാലിബ് പറയുന്നുണ്ട്. തന്റെ ഇഷ്ടപൂത്താപ്പ മരണക്കിടക്കൽ കിടക്കുന്ന സമയത്ത് പ്രവാചകൻ കയറി ചെല്ലുന്നുണ്ട് വീട്ടിലേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകം ഇങ്ങനെയാണ്, യാ പൊന്നുമൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൊന്നുമൂത്താപ്പ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം മൂത്താപ്പ. കലിമത്തുൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്. റബ്ബിന്റെ അടുക്കൽ എനിക്കൊന്ന് തർക്കിച്ചു നോക്കാം മൂത്താപ്പ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. സാധിച്ചില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടില്ല. ആ അബൂ ത്വാലിബിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച അബൂ ത്വാലിബിന് ഹിദായത്ത് നൽകണമെന്ന് അള്ളാഹു കരുതിയില്ല. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടുകൊണ്ട് തിരിച്ചു വരുന്ന രംഗം ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്, ചരിത്രങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്ന സമയത്ത് പ്രവാചകൻ ആയത്തിറങ്ങുന്നുണ്ട്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. മുഹമ്മദേ, താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിദായത്തിലാക്കുവാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. വലകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു തആലയാണ് ഹിദായത്തിലാക്കുന്നവൻ. പ്രിയമുള്ളവരെ, ഇത്രയും പറഞ്ഞ ആളുകൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിരുന്ന പല ആളുകളും, അതല്ല ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയും മകനും, ഇവർക്കൊന്നും ലഭിക്കാതെ പോയ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, ഹിദായത്ത് എന്നുള്ളത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് റബ്ബിനോട് ശുക്ർ ചെയ്യണം, നമ്മൾ റബ്ബിനെ ഓർക്കണം. പ്രിയമുള്ളവരെ, ഈ നമുക്ക് ലഭിച്ചൊരു ഹിദായത്ത് ഉണ്ടല്ലോ, എപ്പോഴും നമ്മെ വിട്ടുപോകാം, സംശയിക്കേണ്ടതില്ല. നമ്മളെല്ലാം കൃത്യമായി നമസ്കരിക്കുന്നവനാണ് ഞാൻ, നോമ്പ് നോൽക്കുന്നവനാണ് ഞാൻ, ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്, ഹജ്ജ് നിർവഹിച്ചവനാണ്, ഉംറ നിർവഹിച്ചവനാണ്, എല്ലാ ദീനി കാര്യങ്ങളിലും പങ്കെടുക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, എന്തായാലും നമുക്ക് നൽകിയ, നമുക്ക് ലഭിച്ച ഈ ഹിദായത്ത്, ഈ സൗഭാഗ്യം എപ്പോഴും നമ്മെ വിട്ടുപോകാം. രണ്ട് സംഭവങ്ങൾ പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, പ്രവാചകന്റെ കാലത്ത് ഒരു യുദ്ധം നടക്കുകയാണ്. പ്രവാചകന്റെ സഹാബത്ത് ഒരു വ്യക്തിയെ കാണുകയാണ്, കുറെ ശത്രുക്കളെ വെട്ടിവീഴ്ത്തുന്ന, തന്റെ വാളുകൾ കൊണ്ട് കുറെ ശത്രുക്കളെ വെട്ടിവീഴ്ത്തുന്ന ഒരു വ്യക്തിയെ കണ്ട് സഹാബത്ത് പറയാണ്, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. അവൻ സ്വർഗ്ഗക്കാരിൽപ്പെട്ടവനാണ് കേട്ടോ, ആ വ്യക്തി സ്വർഗ്ഗക്കാരിൽപ്പെട്ടവനാണ് കേട്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകൻ അവരിൽ ഉണ്ടായിരിക്കെ ആ സഹാബത്ത് പറയുകയാണ്. പ്രവാചകൻ പറയാണ്, പറയാനിരിക്കട്ടെ, ഇന്നഹു മിൻ അഹ്ലിൻ നാർ. അത്രയധികം ആളുകളെ വെട്ടിവീഴ്ത്തുന്ന, ഇസ്ലാമിന് വേണ്ടി ശത്രുക്കളെ എതിരായി പോരാടുന്ന ആ വ്യക്തിയെ കണ്ട് പ്രവാചകൻ പറയാണ്, ഇന്നഹു മിൻ അഹ്ലിൻ നാർ. സഹാബത്ത് അംഗീകരിക്കാൻ സാധിച്ചില്ല, സഹാബത്ത് അദ്ദേഹത്തെ പിന്തുടരുകയാണ്. അങ്ങനെ ധാരാളം ആളുകളെ വെട്ടിവീഴ്ത്തി അവസാനം അദ്ദേഹത്തിന് വെട്ടേൽക്കുകയാണ്. ആ വെട്ടേറ്റ അതിന്റെ വേദനയാൽ അദ്ദേഹം തന്റെ വാളിലേക്ക് വീഴുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്രകാരം കുഫറിലായിക്കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. പ്രവാചകന്റെ പ്രവചനമാണ് ഇന്നഹു മിൻ അഹ്ലിൻ നാർ എന്നുള്ളത്. രണ്ടാമത്തെ സംഭവം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കിയ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്ന് ഹദീസ് മനഃപ്പാഠമാക്കിയ, ദീനി ദഅവത്ത് നടത്തിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ജുറൈഹ് എന്നാണ് ഹദീസിൽ അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ജുറൈഹ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം സഹാബത്തിരിക്കുന്ന വേളയിൽ പ്രവാചകൻ പറഞ്ഞു, നാളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് കാഫിറായി മരണപ്പെടും, അവിശ്വാസിയായിട്ട് മരണപ്പെടും. സഹാബത്ത് ബേജാറാവാണ്.
എന്താ പ്രവാചകൻ പറയുന്നത്? ഖുർആൻ മനഃപ്പാഠമാക്കിയ, ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ഈ ദഅവത്ത് നടത്തുന്ന ഞങ്ങൾ നാളെ വഫാത്താക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരാള് കാഫിറായി മരണപ്പെടുകയെന്നോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു. മുസൈലിമത്തുൽ കസ്സാബ് നമുക്കറിയാം, പ്രവാചകത്വം വാദിച്ചുകൊണ്ട് ഞാൻ പ്രവാചകനാണ്, ഞാൻ റഹ്മാൻ യമാമ, ഞാൻ യമാമയെ റഹ്മാനാണെന്ന് വരെ വാദിച്ചുകൊണ്ട് വന്ന മുസൈലിമത്തുൽ കസ്സാബ്, മുസൈലിമത്തുൽ കസ്സാബിന് എതിരായിക്കൊണ്ട് വലിയ സൈന്യത്തെ അയക്കുന്നുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ സൈന്യത്തിൽ ആരുണ്ടായിരുന്നു? ഈ പറയപ്പെട്ട പ്രവാചകന്റെ അടുക്കൽ നിന്നും ഹദീസുകൾ മനഃപ്പാഠമാക്കിയ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ജുറൈഹ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോ ഈ സുറൈഹ് എന്ന് പറഞ്ഞ പ്രവാചകന്റെ കൂടെ ജീവിച്ച, സഹാബത്തിന്റെ കൂടെ ജീവിച്ച, ദഅവത്തുകൾ നടത്തിയ ഈ സുറൈഹ് മുസൈലിമയുടെ കൂടെ ചേരുകയാണ്. സഹാബത്തിനാൽ അദ്ദേഹം വധിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ, ഈ സുറൈഹ് എന്ന വ്യക്തി കുഫറിലാണ് മരണപ്പെടുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ധാരാളം സംഭവങ്ങൾ ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ലഭിച്ച ഹിദായത്ത്, ഈ മഹാസൗഭാഗ്യം എപ്പോഴും നമ്മെ വിട്ടു പോകാം. നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണിത്. പ്രിയമുള്ളവരെ, വീണ്ടും പറയാം, നന്ദി കാണിക്കണം, റബ്ബിനോട് ശുക്ർ ചെയ്യണം. ഈ ഒരു ഹിദായത്ത് നമ്മെ വിട്ടു പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് പ്രാർത്ഥനയാണ്. റബ്ബിനോട് പ്രാർത്ഥിക്കണം നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തെ. യുസ്ബിഹു, പ്രവാചകൻ പറയുന്നുണ്ട്, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയംസി കാഫിറ. അവസാന കാലഘട്ടത്തില് രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരം കാഫിറാവുകയാണ്. ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. വൈകുന്നേരം കാഫിറായവൻ രാവിലെ ആകുമ്പോ, വൈകുന്നേരം മുസ്ലിമായവൻ രാവിലെ ആകുമ്പോ കാഫിറാവുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു കാലം വരാനുണ്ടെന്ന് പ്രവാചകൻ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥിക്കണം, റബ്ബിനോട് പ്രാർത്ഥിക്കണം. നമുക്ക് ലഭിച്ച മഹത്തായ അനുഗ്രഹം നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥന അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു ആൽ ഇംറാനിന്റെ 8-ാമത്തെ വചനം, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളെ ഹിദായത്തിലാക്കിയ ശേഷം, ഞങ്ങൾ നേർമാർഗത്തിലാക്കിയ ശേഷം ഞങ്ങൾ ഹൃദയങ്ങൾ നീ തെറ്റിച്ച് കളയല്ല നാഥാ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഇന്നക അൻതൽ വഹ്ഹാബ്, നീ വളരെ പ്രദാനം ചെയ്യുന്നവനാ റബ്ബേ എന്നുള്ള ഈ ഒരു പ്രാർത്ഥന നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, തബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ള പ്രാർത്ഥന. അതേപോലെ 17 തവണ നാം അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സൂറത്തുൽ ഫാത്തിഹയിലാണ് ഇതുള്ളത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങൾ നേരായ മാർഗത്തിൽ നയിക്കണമേ. പ്രിയമുള്ളവരെ, മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ലഭിച്ച ഈ മഹത്തായ അനുഗ്രഹം നമ്മെ വിട്ടു പോകാതിരിക്കാൻ റബ്ബ് റെഡിയാണ്, റബ്ബ് കേൾക്കാൻ റെഡിയാണ്. നമ്മൾ പറഞ്ഞാൽ മതി. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, റബ്ബ് പറയാണ്, എന്നോട് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ പ്രവാചകരെ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറയണം, സമീപസ്ഥനാണ് അല്ലാഹു തആല. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് പ്രാർത്ഥിക്കുന്ന പക്ഷം ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥന മടിക്കേണ്ടതില്ല, പ്രാർത്ഥിക്കാൻ മടിക്കേണ്ടതില്ല. റബ്ബിനോട് തേടണം. എന്തിന്? നമുക്ക് ലഭിച്ച ഈ മഹത്തായ അനുഗ്രഹം നഷ്ടപ്പെടാതിരിക്കാൻ. രണ്ടാമതായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില സ്വന്തക്കാരുണ്ട്. ഇന്ന ലില്ലാഹി അഹ്ലിന മിനന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജനങ്ങളിൽ ചില സ്വന്തക്കാരുണ്ട്. പ്രവാചകന്റെ ആ ഒരു വാചകം കേട്ടപ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, പ്രവാചകർ അവരാരാണ്? അള്ളാന്റെ സ്വന്തക്കാരാരാണ്? പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഖുർആൻ, അവർ ഖുർആന്റെ ആൾക്കാരാണ്. അഹ്ലുല്ലാഹി വ ഖാസ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകം ചില വിഭാഗമാണ് അവര്. പ്രിയമുള്ളവരെ, ഖുർആനുമായിട്ടുള്ള ബന്ധമുള്ളവരാണോ അവന് ഹിദായത്ത് നഷ്ടപ്പെടുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ഖറഅൽ ഖുർആൻ വ തഅല്ലമ വ അമില ബിഹി ഉൽബിസ വാലിദാ യൗമൽ ഖിയാമ. പ്രിയമുള്ളവരെ, നമ്മ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം. എന്തേ ഖുർആൻ പഠിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം പ്രവാചകൻ പറഞ്ഞു തരാണ്. മൻ ഖറഅൽ ഖുർആൻ വ തഅല്ലമ വ അമില ബിഹി, ആരാണ് ഖുർആൻ പഠിക്കുന്നത്, ആ ഖുർആൻ പഠിക്കുകയും ആ ഖുർആൻ മുഖേന പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്താൽ ഉൽബിസ വാലിദാഹു യൗമൽ
ഖിയാമ താജൻ മിൻ നൂരിൻ. അവന്റെ അപ്രകാരം ഖുർആൻ പഠിച്ച് ഖുർആൻ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയ മനുഷ്യനുണ്ടല്ലോ, അവന്റെ മാതാപിതാക്കൾക്ക് ഒരു കിരീടം അണിയിക്കുമെന്നുള്ളതാണ്. പ്രകാശത്താലുള്ള ഒരു കിരീടം അണിയിക്കും. മിസ്ലു ശംസ്, സൂര്യനെ പോലെയാണ് അതിന്റെ വെളിച്ചം. അതേപോലെ തന്നെ അവന്റെ മാതാപിതാക്കൾക്ക് ഖിയാമത്ത് നാൾ റബ്ബിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് 2 പുടവ അണിയിക്കുന്നുണ്ട്. ദുനിയാവിനോട് കിടപിടിക്കുന്നതായിട്ടുള്ള അത്രത്തോളമുള്ള 2 പുടവകള് അവൻ അണിയിക്കുന്നുണ്ട്. ഫയഖൂലാനി, ഈ മാതാപിതാക്കള് അവിടെ ചെല്ലുമ്പോ ചോദിക്കുകയാണ്, ബിമകുസീനാഹാദ, ഞങ്ങൾ എന്തിനാണ് ഇത് അണിയിച്ചത് എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയപ്പെടുന്നുണ്ട്, ഖുർആൻ, നിങ്ങൾ 2 പേരുടെയും മക്കളെ ഖുർആൻ പഠിപ്പിച്ചല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇപ്രകാരം ഖുർആൻ പഠിക്കുക, ഖുർആന്റെ ആൾക്കാരാകുക, ഖുർആനുമായി ജീവിക്കുക, ഖുർആൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ഖുർആനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ നിരന്തരമായിട്ട് പങ്കെടുക്കുക, ഖുർആനെ സ്നേഹിക്കുക. പ്രിയമുള്ളവരെ, ഇപ്രകാരം ഈ 2 കാര്യങ്ങൾ ഓർത്തു വെക്കുക. പ്രാർത്ഥനയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. നമുക്ക് ലഭിച്ച ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നാം ചെയ്യേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിച്ച ഹിദായത്ത് മരണം വരേക്കും നിലനിർത്തി തരുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഹിദായത്ത്? നമുക്ക് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിന്റെ 125-ാമത്തെ വചനം, അല്ലാഹു പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിലേക്ക് അവന്റെ ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ വഴി പിഴപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിലോ യജഅൽ സദ്റഹു ദയ്യിഖൻ ഹറജൻ, അവന്റെ ഹൃദയത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല കുടുസാക്കും, ഇടുങ്ങിയതാക്കും, ഞെരുങ്ങിയതാക്കും. കഅന്നമായ സഅദ ഫിസ്സമാ, ആകാശത്തിലേക്ക് കയറി പോകുന്നവനെ പോലെ. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തെ കുടുസാക്കും എന്നുള്ളതാണ്. ഇത് കേട്ട സമയത്ത് സഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ യശ്റഹു സദ്റ യാ റസൂലല്ലാഹ്. നമുക്കുണ്ടാകുന്ന അതേ സംശയമാണ്, എങ്ങനെയാണ് ഹൃദയ വിശാലത? ഈ ഹൃദയ വിശാലത എങ്ങനെ ലഭിക്കും? നമുക്ക് ഇൻശിറാഹ് സദ്ർ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, നൂറുൻ, അതൊരു പ്രകാശമാണ്. നേരത്തെ നമ്മൾ ഖുതുബയില് കുറെ ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാതെ പോയല്ലോ. എന്ത് ഹിദായത്ത് ലഭിച്ചില്ല? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. നൂറുൻ യഖദിഫുല്ലാഹു ഫീ ഖൽബിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ഇട്ട് കൊടുക്കുന്ന ഒരു പ്രകാശമാണ്, ഒരു നൂറാണ് ഈ പറയപ്പെട്ട ഇൻശിറാഹു സദ്ർ, ഹൃദയ വിശാലത എന്നുള്ളത്. പ്രവാചകൻ ചോദിക്കുന്ന ഒരു സഹാബത്ത്, പ്രവാചകരെ അത് മനസ്സിലാക്കാൻ അതെങ്ങനെ, അത് മനസ്സിലാക്കാനുള്ള വല്ല അടയാളവുമുണ്ട് പ്രവാചകൻ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമുക്ക് ഹിദായത്ത് ലഭിച്ചവരാണ് നമ്മൾ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ നമ്മൾ ഹിദായത്ത് ലഭിച്ചവരാണ്. ഒന്നാമതായിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, പരലോകത്തെ കുറിച്ചുള്ള വീണ്ടും വിചാരമാണ്. എന്റെ മരണം എപ്രകാരമായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മരണമായിരിക്കോ എനിക്കുണ്ടാവുക? എന്റെ ഹിസാബ് എങ്ങനെയായിരിക്കും? എനിക്ക് ലഭിക്കുന്ന ഗ്രന്ഥം വലത് കൈയിലാണോ ഇടത് കൈയിലാണോ? ഇതെന്റെ കിതാബാണെന്ന് വായിച്ചു നോക്കിയെല്ലാരും. മറ്റവനാണെങ്കിലോ, എനിക്ക് ഈ ഒരു ഗ്രന്ഥം ലഭിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്ന് പറയുന്നുണ്ട്, ഖേദിക്കുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്. പ്രിയമുള്ളവര്, നമ്മുടെ പരലോകത്തെ കുറിച്ച് വീണ്ടും വിചാരമുള്ളവനാണോ അവൻ ഹിദായത്തുള്ളവനാണ്. രണ്ടാമതായിട്ട് വഞ്ചനയുടെ ലോകം, ഈ ദുനിയാവുമായിട്ടുള്ള അകൽച്ചയാണ്. അകൽച്ചയുള്ളവനാണോ അവന് ഹിദായത്തുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ദുനിയാവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹിദായത്ത് എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ തോളിൽ കൈവച്ച് പ്രവാചകൻ പറയുന്നുണ്ട്, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. അബ്ദുല്ലാ, നീ ദുനിയാവില് ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. ഔ ആബിർ സബീൽ, അല്ലെങ്കിൽ വഴിയാത്രക്കാരനോ അല്ലെങ്കിൽ അപരിചിതനെ പോലെയാകണം. ഈ ഒരു പാഠം ഉൾക്കൊണ്ട ഇബ്നു മിർലാൻ പറയുന്നുണ്ട്, ഇദാ അസ്ബഹത, നിനക്ക് രാവിലെ ആയാൽ ഫലാ തൻതദിറുൽ മസാ, നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്. വൈദാംസൈത, നിനക്ക് വൈകുന്നേരമായാലോ ഫലാ തൻതദിറുൽ സബാ, നീ പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കരുത്. നിന്റെ മരണത്തിന് മുമ്പായിട്ട് നിന്റെ ജീവിതത്തെ നീ പ്രയോജനപ്പെടുത്തണമെന്ന് ഇബ്നു ഉമർ നമ്മോട് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കല് കിടക്കുകയാണ്. പ്രവാചകൻ ഉണർന്നു. പ്രവാചകൻ എണീറ്റ സമയത്ത് പ്രവാചകന്റെ പുറത്ത് പാടുകൾ പായയുടെ പാടുകൾ. പ്രവാചകൻ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ, താങ്കൾക്ക് ഞങ്ങളൊരു വിരിപ്പ് തയ്യാറാക്കി തരട്ടെ പ്രവാചക. പ്രവാചകൻ പറയാണ്, മാലിയ വലി ദുന്യ, മാലിയ വലി ദുന്യ, ഞാനും ദുന്യാവ് തമ്മിൽ എന്ത് ബന്ധാണുള്ളത്? ഞാനൊരു ദുന്യാവിൽ ഏതുപോലെയാണ്? ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. ആ വഴിയാത്രക്കാരൻ യാത്ര ചെയ്യുന്നതിനിടക്ക് ക്ഷീണിച്ചു. അവനൊരു മരത്തിന് താഴെ അവൻ ഇരിക്കുകയാണ്. ശേഷം മരത്തെ വിട്ടവൻ വീണ്ടും യാത്ര പോകുന്നുണ്ട്. അപ്രകാരമാണ് ഞാൻ ഈ ദുനിയാവില്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയമുള്ളവരെ, ഈ മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട്. പ്രവാചകൻ പറയാണ്, മൂന്നാമതായിട്ട് ഹിദായത്തുള്ളവനാണോ എന്ന് മനസ്സിലാക്കാനുള്ള മൂന്നാമതായിട്ട് പ്രവാചകൻ പറയാണ്, അൽ ഇസ്തിഅദാദു ലിൽ മൗതി ഖബ്ലൽ മൗത്ത്, മരണത്തിന് മുമ്പായിട്ട് ആ മരണത്തിന് വേണ്ടിയിട്ടുള്ള പാതയെ ഒരുക്കുക എന്നുള്ളതാണ്. ഞാൻ വലിയൊരു യാത്ര പോവാണ്. ആ യാത്ര പോകുമ്പോൾ എന്തെല്ലാം ഒരുക്കും ഞാൻ? എന്റെ ബാഗിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. വസ്ത്രമുണ്ടാവും, ഭക്ഷണം ഉണ്ടാവും, എനിക്ക് യാത്രക്ക് വേണ്ട എല്ലാ സാമഗ്രികളും ഉണ്ടാവും. അപ്രകാരം ഞാൻ വലിയൊരു യാത്രക്ക് പോകേണ്ടവനാണ്. ഞാൻ സ്വന്തമായി ധരിച്ച ഈ ഒരു വസ്ത്രം ഞാൻ തന്നെ അയക്കുമെന്ന് എനിക്കറിയുകയില്ല. സ്വന്തമായി ഞാൻ പള്ളിയിലേക്ക് വന്ന് ഞാൻ അസ്ർ നമസ്കാരത്തിൽ ഈ പള്ളിയിലേക്ക് എത്തുമെന്ന് എനിക്ക് അറിയുകയില്ല. അപ്രകാരമുള്ള ചിന്ത, മരണചിന്തയുള്ളവനാണോ അവന് ഹിദായത്തുണ്ട്. പ്രവാചകൻ പറയുന്നുണ്ട്, ആരാണ് അഖിയസ്? അയിൽ മുഅ്മിനീന അഖിയസ്, സത്യവിശ്വാസികൾ ആരാണ് ബുദ്ധിമാൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. പ്രവാചകരെ, അയിൽ മുഅ്മിനീന അഖിയസ്, പ്രവാചകരെ, സത്യവിശ്വാസികൾ ആരാണ് അഖിയസ്, നല്ല ബുദ്ധിമാൻ ആരാണ്? പ്രവാചകൻ പറയാണ്, അക്സറഹും ലിൽ മൗതി ദിക്റ, ആരാണ് ബുദ്ധിമാൻ? മരണത്തെ കൂടുതലായി ഓർക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനായിട്ട് പാതയങ്ങൾ ഒരുക്കുന്നവനാണ്, വിഭവങ്ങൾ ഒരുക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. പ്രിയമുള്ളവരെ, അപ്രകാരം ബുദ്ധിയുള്ള ആളുകൾ ആകണം നമ്മള്. നമുക്ക് ലഭിച്ച മഹത്തായ അനുഗ്രഹം, നേരത്തെ പറഞ്ഞല്ലോ, ഈ മഹത്തായ അനുഗ്രഹം നമ്മെ വിട്ടു പോകാം. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കണം, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഖുർആനുമായിട്ടുള്ള ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. അപ്പൊ ഖുർആനിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ ഉമ്മയോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മ മറുപടി പറയുന്നത് എങ്ങനെയാണ്? കാന ഖുലുഖുഹു ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. പ്രിയമുള്ളവരെ, നമ്മെ കുറിച്ച് ഒരാൾ ചോദിക്കുമ്പോ അവരോട് നമ്മുടെ ഭാര്യമാർ പറയണം കാന ഖുലുഖുഹു ഖുർആൻ. നമ്മെ കുറിച്ച് നമ്മൾ നാട്ടുകാരോട് ചോദിക്കുമ്പോ അവർ പറയണം കാന ഖുലുഖുഹു ഖുർആൻ. ഖുർആൻ പഠിക്കുമ്പോ, ഖുർആൻ വായിക്കുമ്പോ ഖുർആന്റെ ആശയം ഉൾക്കൊള്ളുന്നവരായിട്ട് നാം മാറേണ്ടതുണ്ട്. അപ്രകാരം ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഗസ നമുക്കറിയാം, ഗസയിൽ യാത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വസിയാമനാ വറുകുഅനാ വസ്ജൂദനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ മുഖാമാ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്,
اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على طاعتك ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين اللهم انصر اخواننا في فلسطين يا رب العالمين اللهم دمر اعداءهم واشف مرضاهم يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.